പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ. യേശു നമ്മുടെ ജീവിത തോണിയിലുണ്ടുവെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശുവിൻ്റെ ആ സാന്നിധ്യം കൊണ്ട് തന്നെ നമ്മൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ആ വിശ്വാസത്തോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യവും ശക്തിയും ഒക്കെയും നമ്മൾക്ക് അനുഭവപ്പെടും. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം, യേശുവിനോടൊപ്പമായിരിക്കാം. ഓരോ ദിവ്യബലിയിലും നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നുണ്ട്. യേശു നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ട്. യേശുവിൻ്റെ ശക്തിയും പ്രഭാവവും അനുഗ്രഹങ്ങളൊക്കെയും നമ്മൾക്ക് നേടിയെടുക്കാം. അങ്ങനെ യേശുവിനെ അനുകരിച്ചും ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.